ആഭാരവൃദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ നമസ്കാരം. നമ്മളിപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്ന പൂതനാമോക്ഷമാണ്. പൂതനയെക്കുറിച്ചുള്ള ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുന്നതാണ് പറയാൻ പോകുന്നത്. ദേവിയുടെ എട്ടാമത്തെ കുട്ടി ജനിച്ചു എന്ന് അറിഞ്ഞപ്പോൾ മുതൽക്ക് കംസന് ഒരു വെപ്രാളം. അന്ന് രാത്രി, ഭഗവാൻ ജനിച്ച അന്ന് രാത്രി അദ്ദേഹത്തിന് ഭയങ്കരമായ ദുസ്വപ്നം കണ്ടു. എന്താണ് കണ്ടത്? ഏതോ ഒരു കുട്ടി തൻ്റെ നെഞ്ഞത്തിൽ നിന്ന് ഇങ്ങനെ കുത്തുന്ന പോലെ കണ്ടു. വെപ്രാളം. പക്ഷേ ആ സമയത്ത് ഇവിടെ ഭഗവാൻ ജനിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിന് അറിയില്ലാതെ. അങ്ങനെ പലവിധമായ ശരീര ഗോഷ്ഠികളും കാട്ടാൻ തുടങ്ങി. ഒടുവിൽ ഇവരെ എട്ടാമത്തെ കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞ് പട്ടാളക്കാർ ഇവിടെ അറിയിച്ച സമയത്ത് അദ്ദേഹം ഉടനെ എണീച്ച് പുറത്തുപോയി. പുറത്തു പോകുന്ന ആ വെപ്രാളത്തിൽ എന്തുണ്ടായി? ഗഡ്ക, അതായത് വാള് എടുക്കാൻ വിട്ടുപോയി. കുറേ ദൂരം പോയ സമയത്ത് വാള് എടുക്കാൻ ഉള്ള ഓർമ്മ ഒന്ന് തിരിച്ചു വന്നു. അവശകനം ഒന്ന്. രണ്ടാമത് അദ്ദേഹം വാളെടുത്ത് വീണ്ടും അങ്ങോട്ട് പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യ, അതായത് കംസന് 2 ഭാര്യയാണ്. മഗധരാജാവ് ജരാസന്ധൻ്റെ 2 പുത്രികളെ സഹോദരികളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഭാര്യ പിന്നാലെ വന്നു. അദ്ദേഹത്തിൻ്റെ വെപ്രാളം കൊണ്ട് ഓടുന്നതുകൊണ്ട് പിൻവിളി വിളിച്ചു. രണ്ടാമത്തെ അവശകനം. മൂന്നാമത്തെ അവശകനം എന്ത് സംഭവിച്ചു വെച്ചാൽ, കാരാഗ്രഹം എത്തുന്ന മുമ്പ് കാലിരടി അദ്ദേഹം താഴ്ത്തു പോകും. അങ്ങനെ 3 സംഭവിച്ചു. പക്ഷേ എങ്ങനെയോ ആ കുട്ടിയെ വധിക്കാൻ അദ്ദേഹം ഓങ്ങി ആ മുകളിലേക്ക് പോയി. ഭഗവതിയായി. അദ്ദേഹത്തിന് 8ാമത്തെ പുത്രൻ ജനിച്ചു എന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. ആ സമയം മുതൽക്ക് ഇദ്ദേഹത്തിന് മനസ്സിന് ഭയങ്കര ഭീതി. ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞു, എപ്പോഴാണ് നമ്മളെ വധിക്കുക, എവിടെയാണ് ഈ കുട്ടി എന്നിങ്ങനെയുള്ള ചിന്താഗതത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും 9 ബലവാന്മാരെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് കാവൽക്കാരായി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്ന അസുരന്മാരാണ്. ആരൊക്കെയാണ്? പ്രളംബൻ 1, 2 ചാണുരൻ, 2 മുഷ്ടികൻ, 3 തൃണാവത്സൻ, 4 അരിഷ്ടകൻ, 5 കേശി, 6 ധേനുകൻ, 7 ഭഗൻ, 8 അഖാസുരൻ, 9 ഇതിനു പുറമെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളാണ് പൂതന, അതായത് ഭഗൻ്റെ സഹോദരി. ഇവരുടെ ഉപദേശങ്ങളാണ് അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചിരുന്നത്. കാരണം എല്ലാ രാക്ഷസന്മാരാണ്, എല്ലാം ദുഷ്ടന്മാരുമാണ്, അദ്ദേഹത്തിൻ്റെ ചുവന്ന് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിചാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി അവർ ഉപദേശിച്ചു, താങ്കൾ ഇതിന് യാതൊരു ചിന്തയും വേണ്ട, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് ഭഗൻ്റെ സഹോദരി പൂതനയുണ്ട്. പൂതന ഈ 10 ദിവസത്തിനകം ജനിച്ച എല്ലാ കുട്ടികളെയും വധിക്കുവാനുള്ള ഏർപ്പാട് ചെയ്യാം. എന്നാൽ പോലെ ഏത് കുട്ടിയാണെന്ന് നമുക്കറിയില്ല, എവിടെയാണെന്ന് അറിയില്ല എന്നുള്ള പ്രശ്നം വരില്ലല്ലോ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് അത് ശരിയാണ് തോന്നി. അതനുസരിച്ച് പൂതനയെ വിളിച്ചു വരുത്തി. ഇതാണ് നമ്മൾ കഴിഞ്ഞതിൽ നിർത്തിയത്. ഇനി പൂതനയോട് ഇദ്ദേഹം പറഞ്ഞു, കംസൻ പറഞ്ഞു, ഇന്നേ മുതൽക്ക് 10 ദിവസം മുമ്പ് ജനിച്ച എല്ലാ കുട്ടികളെയും, ആണായാലും പെണ്ണായാലും ഏത് ഗൃഹത്തിലായാലും കുട്ടികളെ നീ വധിച്ചിരിക്കണം എന്ന് കംസൻ പൂതനയ്ക്ക് ഓർഡർ കൊടുത്തു. പൂതനയ്ക്ക് വളരെ സന്തോഷമായി. ഈ പൂതനയാരാണ്? ഭഗൻ്റെ സഹോദരിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കൂടെ ഇരിക്കുന്ന ഒരു അസുരൻ്റെ സഹോദരിയാണ് പൂതന. പൂതന ഉടനെ പുറപ്പെട്ടു. അപ്പോൾ ഈ പൂതന രാക്ഷസിയാണ്, ഈ രൂപം കണ്ട് തന്നെ കുട്ടികളൊക്കെ ഭയപ്പെടും, ആളുകളൊക്കെ തിരിച്ചറിയും. അതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ നല്ല സുന്ദരിയുടെ രൂപമെടുത്തു. ഈ രാക്ഷസന്മാർക്കൊക്കെ അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട്, അവർക്ക് വിചാരിച്ച പോലെ രൂപങ്ങൾ മാറ്റാം. അങ്ങനെ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഗമിട്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഈ 10 ദിവസത്തിന് മുമ്പ് ജനിച്ച എല്ലാ കുട്ടികളെയും കൊന്ന് ഒടുവിൽ ഇവിടെ എത്തി, അമ്പാടിയിലെത്തി. ഇവിടെ എത്തിയ സമയത്ത് നമ്മുടെ കള്ളകൃഷ്ണൻ, കുട്ടികൃഷ്ണൻ അവിടെ മുട്ടുകുത്തൊന്നും ആയിട്ടില്ല കേട്ടോ, 10 ദിവസമല്ലേ ആയുള്ളൂ. ഇങ്ങനെ നിലത്ത് കിടന്നു വിടുകയാണ്. ഒരുപാട് ഗോപസ്ത്രീകൾ വന്ന് കൊഞ്ചുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, വാരുന്നുണ്ട്, ഒരുപാട് ബഹളമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സ്ത്രീ വന്നാൽ ആരും അറിയില്ല. എന്താ സുന്ദരിയായ സ്ത്രീയാണ്, രൂപം മാറിയിട്ടാണ് വന്നിരിക്കുന്നത്, ഏത് രൂപം വേണമെങ്കിലും വയ്ക്കാം. ഇങ്ങനെ നടക്കുന്ന സമയത്ത് അങ്ങനെ ഒടുവിൽ ഇവരെല്ലാവരും അങ്ങോട്ട്
ഊണ് കഴിക്കാൻ പോയി. വിഭവസമൃദ്ധമായ ഊണൊക്കെ നടക്കുന്നുണ്ട് അവിടെ, പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. യശോദയ്ക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ വയ്യ. കുട്ടിയുടെ ഭംഗി കണ്ടിട്ട് എല്ലാവരും കാണുന്നവരെല്ലാം വാരി 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 എടുക്കുന്നു. അത്രയും സുന്ദരൻ. കറുപ്പാണ്. കറുപ്പിന് ഒരു ഭംഗിയുണ്ട്. കാർമേഘമാണ് കൃഷ്ണൻ. കൃഷ്ണൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ വളരെ ഐശ്വര്യമായ കണ്ണാണ്. അങ്ങനത്തെ കൃഷ്ണൻ കാലും കൈവിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. ഇതെല്ലാം കൊണ്ടുകൊണ്ട് പോയി അവർ എല്ലാവരും അവിടെ നിന്ന് പോയി. ഈ തർക്കം നോക്കി പൂതന എന്ത് ചെയ്തു? ഈ കൃഷ്ണനെ വാരി എടുത്ത് മടിയിൽ വെച്ച് തൻ്റെ സ്ഥനത്തിൽ നിന്ന് പാല് കൊടുക്കാൻ തുടങ്ങി. ആർക്കാ പാല് കൊടുക്കുന്നതെന്നുള്ളത് ഈ സ്ത്രീക്കറിയോ? ഇല്ല. സാക്ഷാൽ വൈകുണ്ഠവാസൻ അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞു. അതാണ് അതിൻ്റെ കാരണം. ഭഗവാൻ അങ്ങനെ രണ്ട് കൈ കൊണ്ടും കെട്ടിപ്പിടിച്ച് പൂതനയെ കെട്ടിപ്പിടിച്ച് സനത്തിൽ നിന്നുള്ള പാല് പശുവിൻ കുട്ടികൾ ചുരുക്കുന്ന പോലെ അങ്ങോട്ട് ചുരുക്കാൻ തുടങ്ങി. പാല് കുടിച്ച് 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 ആയ സമയത്ത് ആദ്യമൊക്കെ പൂതനയ്ക്ക് ഭയങ്കര രസമായിരുന്നു. ഇതിൻ്റെ കൂടി കഥ കഴിയുന്നത്. പൂവ പൂതനയ്ക്ക് വേദന സഹിക്കാതായി. അവർ വേദന കൊണ്ട് പുളകം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞ് ഈ കുട്ടിയെ പിടിച്ച് വലിച്ചു. ഇയാൾ വിടാണ്ടാവില്ല, കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ചുരുത്തി രക്തം പോലും കുടിച്ച് പൂതന ഒടുവിൽ വരണ്ട് താഴ്ത്ത് വീണ് മരിച്ചു. രക്തം ഛർദ്ദിച്ച് മരിച്ചു. രക്തം കൂടിയും വലിച്ചെടുത്തിരുന്നു പൂതന. അപ്പോൾ ഭഗവാൻ എത്ര കുടിച്ചിരിക്കണം നോക്കൂ. അങ്ങനെ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു ഭഗവാൻ ആ അസുരത്തിക്ക്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യശോദ അമ്മയ്ക്ക് കിട്ടുന്നതിനേക്കാളും വലിയ മോക്ഷം പൂതനയ്ക്ക് കിട്ടി. അതെന്താ അങ്ങനെ? രാക്ഷസിയാണ്, ഭഗവാനെ കൊല്ലാൻ വന്നോളാണ്, സ്ഥലം കൊടുത്തു, വിഷം പുരട്ടി ഭഗവാനെ കൊല്ലാൻ നോക്കിയ അങ്ങനത്തെ ഒരു സ്ത്രീക്ക് എങ്ങനെ ഇത്രയും വലിയ സ്ഥാനം കിട്ടി എന്നല്ലേ ചോദിക്കുക. അതാണ് ഭഗവാന്റെ വിശേഷം. യശോദാമ്മ എന്തു കൊടുത്തു? സ്വന്തം പാല് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വളർത്തി ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. പൂതന എന്തു കൊടുത്തു? പാലും തൻ്റെ രക്തവും തൻ്റെ ജീവനും കൊടുത്തു ഭഗവാന്. എന്തൊക്കെ കൊടുത്തു? സ്തനത്തിലുള്ള പാല് കൊടുത്തു, രക്തം വലിച്ചെടുത്തപ്പോൾ രക്തം കൊടുത്തു, അവസാനം ജീവനും കൊടുത്തു. അപ്പോൾ യശോദയമ്മയെക്കാളും വലിയൊരു സ്ഥാനം ഭഗവാൻ അവർക്ക് കൊടുത്തു. അങ്ങനെ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. ഈ വിവരം കംസൻ അറിഞ്ഞു. കംസനാകെ പരിഭ്രമമായി. എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു കുട്ടി വന്ന് ഭൂമിയിൽ ജനിച്ച് ഇതാവണമെങ്കിൽ അതാരായിരിക്കണം? ഇദ്ദേഹം തന്നെ ആയിരിക്കണം, യാതൊരു സംശയമില്ല എന്ന് തോന്നി. പിന്നെയും ഇവരെ വിളിച്ച് ഓരോ ആലോചനകൾ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല. അദ്ദേഹത്തിന് ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല മൊത്തത്തിൽ. അങ്ങനെ പലവിധമായ ഇനി അടുത്ത പരിപാടി എന്താണ്, ഇനി എങ്ങനെ ഇതിനെ തരണം ചെയ്യും എന്നൊക്കെ വീണ്ടും വീണ്ടും ആലോചിച്ചിരിക്കണം. ഇനി കംസനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. സത്യത്തിൽ കംസൻ അക്രൂരനെ വലിച്ച് അമ്പാടിയിൽ പോകാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തനാണ് ഇദ്ദേഹം. അപ്പോൾ എന്തു പറഞ്ഞു? തൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തു. കംസൻ്റെ കഥകൾ ലോകത്ത് ആർക്കും അറിയാത്ത, ഭഗവാൻ അറിയും കേട്ടോ, അത് കൂട്ടിത്തള്ളി, ഭഗവാനെ നമ്മൾ കണക്കാക്കുക വേണ്ട, മറ്റാർക്കും അറിയാത്ത ഒരു കഥ കംസൻ സ്വന്തം കഥ അക്ബറിന് പറഞ്ഞു കൊടുത്തു. എന്താണ്? ഞാൻ, അതായത് കംസൻ ആരുടെ മകനാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? കംസൻ ഉഗ്രസേനൻ്റെ പുത്രൻ എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അക്ബര, ഞാൻ ഉഗ്രസേനൻ്റെ പുത്രനല്ല. എൻ്റെ അച്ഛൻ ബ്രഹ്മീളൻ എന്ന ഒരു ഗന്ധർവനാണ് എൻ്റെ അച്ഛൻ. അത് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, എൻ്റെ അമ്മ അശുദ്ധമായിരിക്കുന്ന സമയത്ത് കുറേ തോഴിമാരെയും കൂട്ടിക്കൊണ്ട് വനത്തിൽ പോയി വനത്തിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെയുള്ള ഒരു രാക്ഷസൻ, ഗന്ധർവൻ, ബ്രഹ്മിളൻ എന്ന ഒരു ഗന്ധർവൻ
എൻ്റെ അമ്മയെ കണ്ട് പരിഭ്രമിച്ച് എൻ്റെ അമ്മയിലുള്ള സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് എൻ്റെ അച്ഛൻ്റെ രൂപം എടുത്ത്, അതായത് ഉഗ്രസേനൻ്റെ രൂപം എടുത്ത് അമ്മയെ ആകർഷിച്ച് അവിടെ ഒരു പുൽക്കുടലിൽ കൊണ്ടുപോയി ബന്ധം നടത്തി. അതിൻ്റെ ഫലമായി ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഗന്ധർവനാണ്, സ്വന്തം ഭർത്താവല്ല എന്ന് മനസ്സിലായപ്പോൾ അമ്മ എന്തു പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ലേ, ഇങ്ങനെ വേഷം മാറി എന്നെ ചതിക്കുകയല്ലേ ചെയ്തത്, ഇത് ഗന്ധർവന്മാർക്ക് യോജിച്ചതാണോ, ഇത് നീ ചെയ്യാൻ പാടില്ല. ഒന്നാമത്. രണ്ടാമത്, ഞാൻ അശുദ്ധിയായിരിക്കുന്ന സമയമാണ്, ഈ സമയത്ത് ചെയ്യാൻ പാടുണ്ടോ, അതുകൊണ്ട് ഞാൻ നിന്നെ ശപിക്കും എന്ന് ശാപം കൊടുത്ത സമയത്ത് ഗന്ധർവൻ മറുപടി പറഞ്ഞു, ഞാൻ ഗന്ധർവനാണ്, നിങ്ങൾ മനുഷ്യനാണ്, അതുകൊണ്ട് ഗന്ധർവനെ നിങ്ങൾ ശപിച്ചാൽ എനിക്ക് ശാപം ഏൽക്കില്ല, അതുകൊണ്ട് ഒന്നും വിലമതിക്കുന്ന. രണ്ടാമതായി, എന്നിൽ നിന്നും നിൻ്റെ ഗർഭത്തിലുണ്ടാകുന്ന പുത്രൻ അതിശക്തനായിരിക്കും, അദ്ദേഹത്തിനെ കൊല്ലാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല, ഈശ്വരനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ, മനുഷ്യാവതാരത്തിൽ വന്നവർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ കംസൻ്റെ അച്ഛൻ ബ്രഹ്മിളൻ എന്ന ഗന്ധർവനാണ്. ഇത് മൂന്ന് സംഭവം 3 പേർക്കും മാത്രമേ അറിയുള്ളൂ അന്നേ വരയ്ക്കും. ആർക്കാണ്? നാരദൻ പറഞ്ഞു കൊടുത്തതാണ് ഇത്. കംസന് നാരദൻ ഈ രഹസ്യം പറഞ്ഞു കൊടുത്താണ്. അപ്പം നാരദമുനിക്കറിയാം 1, 2 കംസനറിയാം, 3 കംസൻ്റെ അമ്മയ്ക്കറിയാം, 4 ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് അക്രൂനറിയാം. ഇതല്ലാതെ ലോകത്ത് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ് കംസൻ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട്. എന്താണ്? സാധാരണ മനുഷ്യനെ കൊണ്ട് അദ്ദേഹത്തിനെ കൊല്ലാൻ സാധിക്കില്ല. ഭൂമിയിൽ പറഞ്ഞ ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കില്ല. അപ്പോൾ സാക്ഷാൽ ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് കംസനെ അറിയാം. ഭഗവാനെ കൊണ്ടെന്ന് അറിയില്ല, ഈശ്വര ശക്തിയുള്ള ഒരാളെ കൊണ്ട് മാത്രമേ താൻ മരിക്കൂ എന്നറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം സംശയിച്ചത്, പൂതനെ കൊന്ന, ഇത്രയും വലിയ പൂതനെ കൊന്ന കുട്ടി തീർച്ചയായും എന്നെ കൊല്ലാൻ അവതരിച്ചനായിരിക്കണം എന്ന് കംസൻ്റെ പൂർണ്ണ ബോധം വന്നു. അതുകൊണ്ട് ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും കൊല്ലണം, ഈ കുട്ടിയെ ഭാവിയിൽ ഇവൻ നമുക്ക് ശത്രുവായി വരും, അതുകൊണ്ട് ഇവനെ കൊല്ലണം എന്നുള്ള ചിന്താഗതി മാത്രമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം ഓരോന്നായി മെടഞ്ഞ് അടുത്തത് ആരെ അയക്കണം, എങ്ങനെ കൊല്ലണം എന്നുള്ള പ്ലാനിങ്ങൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നാളെ പറയാം. എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലോക നന്മയ്ക്ക് വേണ്ടി കേൾക്കുക, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി കേൾക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതഃ, ധർമ്മോ രക്ഷതി രക്ഷിതഃ, ധർമ്മോ രക്ഷതി രക്ഷിതഃ. നമസ്കാരം.